നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്ഭവനിൽ നാളെ സത്യപ്രതിജ്ഞ നടക്കുകയാണ്. വീണ്ടും മറ്റൊരു സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേദിയാകുകയാണ് രാജ്ഭവൻ. രണ്ടാം പിണറായി സർക്കാരിൽ അഴിച്ചുപണി നടക്കുകയാണ്. നിലവിലെ ധാരണയനുസരിച്ച് ക്യാബിനറ്റിലേക്ക് KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും എത്തുകയാണ്. മുഖം മാറ്റം ഉറപ്പായ സാഹചര്യത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടാകുമോ എന്ന് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. മന്ത്രിമാരായ ആന്റണി രാജുവിന്റെയും അഹമ്മദ് ദേവർകോവിലിന്റെ രാജി ഗവർണർ അംഗീകരിച്ചു. സ്ഥാനമൊഴിയുന്ന മന്ത്രിമാരുടെ വകുപ്പുകളും ഗവർണർ അംഗീകരിക്കുകയുണ്ടായി. ഇരുവരെയും ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഗവർണർ അംഗീകരിച്ചു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 164(1) വ്യവസ്ഥകൾ പ്രകാരമാണ് ഈ ഒരു അംഗീകാരം. നിയുക്ത മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് 4 മണിക്കാണ് രാജ്ഭവനിൽ നടക്കുന്നത്. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടത്താനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പന്തലും മറ്റും ഒരുക്കുന്നതിനുമായി ബന്ധപ്പെട്ട് മരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. അതേസമയം സർക്കാരുമായുള്ള രൂക്ഷമായ പോരിനിടെ ഗവർണർ ഇന്ന് ദില്ലിയിൽ നിന്ന് തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തും. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള നേർക്കുനേർ പോർവിളിക്ക് ശേഷം ഇരുവരും ഒന്നിച്ചെത്തുക സത്യപ്രതിജ്ഞ വേദിയിലാകും. അതേസമയം ഗവർണർക്കെതിരായ പ്രതിഷേധം തുടരുമെന്നാണ് SFIയുടെ അറിയിപ്പ്. ഗവർണർ തിരിച്ചെത്തുമ്പോൾ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. നിയുക്ത മന്ത്രി KB ഗണേഷ് കുമാറിന് വേണ്ടി സിനിമാ വകുപ്പ് കൂടി വേണമെന്ന് കേരള കോൺഗ്രസ് ആവശ്യം ഉന്നയിച്ചു. ഇതോടെയാണ് വകുപ്പ് മാറ്റം ഉണ്ടാകുമോ എന്ന ചോദ്യം ഉയർന്നത്. ഗതാഗത മന്ത്രിയാകുമെന്ന് ഉറപ്പായ ഗണേഷിനായി പാർട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് സിനിമാ വകുപ്പ് കൂടി ചോദിച്ചത്. നാളെയാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കും. ഗണേഷ് കുമാറിന് പുറമെ കടന്നപ്പള്ളി രാമചന്ദ്രനാണ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക. അതേസമയം ഔദ്യോഗിക വസതി വേണ്ടെന്നും സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കാൻ തയ്യാറാണെന്നും ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. നവകേരള സദസ്സിന് പിന്നാലെയാണ് രണ്ടാം പിണറായി ക്യാബിനറ്റ് അഴിച്ചുപണിക്കൊരുങ്ങുന്നത്. ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജുവും തുറമുഖ മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലുമാണ് മുൻ നിശ്ചയപ്രകാരം രാജിവെച്ചത്. നിലവിൽ സജി ചെറിയാന്റെ കയ്യിലാണ് സിനിമാ വകുപ്പ്. KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും 29-നാണ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. മുന്നണി ധാരണ പ്രകാരം INL-ലെ അഹമ്മദ് ദേവർകോവിൽ, ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ആന്റണി രാജു എന്നിവർ രാജിവെക്കുന്ന ഒഴിവിലേക്കാണ് ഇരുവരും എത്തുന്നത്. ഗണേഷിന് ആന്റണി രാജു വഹിച്ചിരുന്ന ഗതാഗത വകുപ്പ് നൽകുമെന്നാണ് റിപ്പോർട്ട്. 2011-ലെ ഉമ്മൻചാണ്ടി ക്യാബിനറ്റിൽ വനം, പരിസ്ഥിതി, സിനിമ മന്ത്രിയായിരുന്ന അദ്ദേഹം ഭാര്യയുമായുള്ള വിവാഹമോചന തർക്കത്തെ തുടർന്ന് 2013-ൽ മന്ത്രിസ്ഥാനം രാജിവെച്ചു. 2015-ലാണ് ഗണേഷ് കുമാറിന്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് B UDF വിട്ട് LDF-ലേക്ക് ചേക്കേറുന്നത്. ബാലകൃഷ്ണ പിള്ളയുടെ നിര്യാണത്തെ തുടർന്ന് 2021 മെയ് 10 മുതൽ കേരള കോൺഗ്രസ് B പാർട്ടി ചെയർമാനാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.